പിണറായി സർക്കാരിന്റെ ഒരു ബമ്പർ സമ്മാനമാണ് കേരള ജനത്തിന് വന്നെത്തിയിരിക്കുന്നത്. ഒരു പുതുവത്സര സമ്മാനമാണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണോ ഇത്? തീർച്ചയായിട്ടും മലയാളിക്ക് കാത്ത് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സമ്മാനമാണെന്ന് വിചാരിക്കാം. നമ്മുടെ KCB വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പോവുക. അത് ശരി. ഈ വരുന്ന മാസം തൊട്ട് വൈദ്യുതി ചാർജ് കൂടും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് KCB ആവശ്യപ്പെടുന്ന റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂണിറ്റിന് 34 പൈസ വെച്ച് കൂട്ടണം എന്നാണ്. അതായത് സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ആ പ്രതിസന്ധി മറികടക്കാൻ ഈ യൂണിറ്റിന് 34 പൈസ വെച്ച് കൂട്ടി ഈ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങണം. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്തണമെങ്കിൽ നിലവിലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണം. അതിനാണ് ഈ യൂണിറ്റിന് 34 പൈസ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം KCB മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ ലഭ്യമാണ്. കണക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഇത് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനം അടുത്ത് തന്നെ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് കിട്ടുന്ന വിവരം. ഇത് വൈദ്യുതി മന്ത്രി തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും മറ്റും അദ്ദേഹം പറഞ്ഞു, ഈ വേനൽക്കാലത്ത് വലിയ തോതിൽ നമുക്ക് വൈദ്യുതി ആവശ്യം വരും. അപ്പോൾ വൈദ്യുതി, അതായത് 70%, ഇപ്പോഴുടെ നമ്മുടെ ഉപഭോഗത്തിൻ്റെ 70% പുറമേ നിന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ 30% മാത്രമേ ആഭ്യന്തര ഉൽപ്പാദനം ഉള്ളൂ. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. 70% പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കൂടിയ വില കൊടുത്താണ് വാങ്ങുന്നത്. ഈ കൂടിയ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് വലിയ തോതിൽ നഷ്ടം വരികയാണ്. ഈ കേരളത്തിലെ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റുകൾ, ഹൈഡ്രൽ പദ്ധതികൾ, അത് പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ കുറച്ചെങ്കിലും നമുക്കൊരു ആശ്വാസം കിട്ടുകയുള്ളൂ. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും എല്ലാം വെച്ച് അതിന് വലിയ തടസ്സങ്ങളുണ്ട്. ഇതാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ സമ്മർ താരിഫ് നടപ്പാക്കേണ്ടി വരും എന്നാണ് വൈദ്യുതി മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ലോട്ടറി തന്നെയല്ലേ? കേരളത്തിൽ മലയാളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കുന്ന ബമ്പർ ലോട്ടറി തന്നെയല്ലേ? വരട്ടെ. ഇത് ഇത്രയും കാലം എന്താ പറയണ്ടേ, 7-8 കൊല്ലം ഭരിച്ചു. ഇത്രയും കാലം ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്താ? ആഭ്യന്തര ഉൽപ്പാദനം ഇല്ല. ആഭ്യന്തര ഉൽപ്പാദനം കണ്ടമാനം കുറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ പറയുന്ന മറ്റ് സോഴ്സുകൾ, അതായത് സൗരോർജം, അതുപോലെ ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ, ഇങ്ങനെയുള്ള പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിലേക്ക് നമ്മൾ പോകാതെ രക്ഷയില്ല എന്നാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു നീക്കവും ഒരു നടപടിയും സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ലെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് സോളാർ എനർജി, ഈ സൗരോർജം നമുക്ക് നന്നായിട്ട് കിട്ടും, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടും. പക്ഷേ അതുപോലും വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. പക്ഷേ സോളാറിന്റെ ഒക്കെ കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരികയാണ്. അത് ശരിയാണ്. വ്യാപകമായിട്ട് സോളാർ അതാണ് വളരെ വ്യക്തമാണ്. ഈ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാതെ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി തീരില്ല. അതാണ് മന്ത്രി തന്നെ അത് പറയുകയാണ്, ഞാനല്ല പറയുന്നത്, നമ്മുടെ വൈദ്യുതി മന്ത്രി തന്നെ അത് പറയുകയാണ്. അപ്പോൾ ഈ പുതിയ വൈദ്യുതി താരിഫിനെ സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ചർച്ചയൊക്കെ നടത്തിയിട്ട് വൈകാതെ റിപ്പോർട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഒരു മാസം 1950 കോടിയുടെ വരവും 1750 കോടി ചെലവുമുണ്ടെന്നാണ് KCB പറയുന്നത്. ഇതിൽ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ മാത്രം 900 കോടി വേണം. വായ്പാ തിരിച്ചടവിന് 300 കോടി വേണം. വർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നമുക്കുണ്ടെന്നാണ് ബോർഡ് പറയുന്നത്. ഇത് ഈ വർഷവും അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷത്തെയും ഈ വൈദ്യുതിയുടെ എന്താ പറയുക, വരവ് ചെലവ് കാര്യങ്ങൾ ബോർഡ് പറയുന്നുണ്ട്. അത് നഷ്ടം എത്ര രൂപ നമുക്ക് ഓരോ വർഷവും ഈ വരവ് ചെലവുകൾ തമ്മിൽ ഇത് ചെയ്തിട്ട് നോക്കുമ്പോൾ നഷ്ടം എത്ര ഉണ്ടാകുമെന്നുള്ളത് കണക്കുകൂട്ടി ബോർഡ് മുൻകൂട്ടി കണ്ടെത്തി പറയുന്നുണ്ട്. ഈ വർഷം 1370 കോടി രൂപ നഷ്ടം. അടുത്ത വർഷം അത് 1108 കോടി രൂപ, കുറവുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത വർഷം അത് 1065 കോടി. ഇങ്ങനെ നഷ്ടമുണ്ടാകുമെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പഠനം നടത്തി കണ്ടെത്തി കൊടുത്തിരിക്കുന്ന കണക്കുകൾ. ഇത് ഇപ്പോൾ ഈ ഒരു
എന്താ പറയണ്ടേ, ഇത്രയും നഷ്ടം നികത്താനുള്ള രീതിയിൽ വേണം താരിഫ് പരിഷ്കരിക്കേണ്ടത്. ഇതാണ് KSEB മുന്നോട്ട് വെച്ച ആവശ്യം. ആ ആവശ്യം ഇവർ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യം പരിഗണിച്ച് ഇവർ പറയുന്നത് പോലെ നിരക്ക് കൂട്ടിയാൽ ഈ വർഷം 812 കോടിയും അടുത്ത വർഷം 1399 കോടിയും അതിൻ്റെ അടുത്ത വർഷം 1522 കോടിയും കൂടുതലായിട്ട് വരുമാനം ലഭിക്കും. ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അംഗീകരിച്ചാൽ ഈ വർഷം 111 കോടിയും അടുത്ത വർഷം 233 കോടിയും അതിൻ്റെ അടുത്ത വർഷം 349 കോടിയും അധിക വരുമാനമുണ്ടാകും. ഈ അധിക വരുമാനത്തിന് വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയ്ക്ക് മീതെ വലിയ തോതിൽ ഭാരം കൊണ്ടുവെക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ലാതെ ഇത് മറികടക്കാൻ, ഈ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ വൈദ്യുതി പ്രതിസന്ധി മാറും? ഇവിടെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പുറമേ നിന്നെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെയും മറ്റുമൊക്കെയുള്ള കാറ്റാടിപ്പാടങ്ങളിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് സ്വകാര്യ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. ഇതിപ്പോൾ ഇതിനേക്കാളും നല്ലത് എനിക്ക് ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ മറ്റ് കേരളത്തിനുപരി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രമാത്രം പ്രതിസന്ധി നേരിടുന്നുണ്ടോ? അവിടെ ഇത്രയും പ്രതിസന്ധി ഉണ്ടാകാൻ, അവിടെയൊക്കെ അറിയാമല്ലോ, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, ഇവരൊക്കെ തമിഴ്നാടൊക്കെ വലിയ സംസ്ഥാനമാണ്. ഇവിടെ വൈദ്യുതിയുടെ ലഭ്യത കുറവുണ്ടാകാം. വൈദ്യുതി പറഞ്ഞതുപോലെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ അവിടെയും ഉണ്ടാകാം. പക്ഷെ അവിടെ ഒന്നും വൈദ്യുതി നിരക്ക് ഇത്രയും കൂടുന്നില്ല. കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, വിസ്തൃതി വളരെ കൂടുതലാണ് സംസ്ഥാനങ്ങളുടെ. കേരളത്തെ കമ്പയർ ചെയ്യേണ്ടത് കേരളം പോലെയുള്ള താരതമ്യേന ചെറിയ ഭൂവിസ്തൃതിയും ജനസംഖ്യ കേരളത്തിനോട് അടുത്ത് നിൽക്കുന്നതുമായ സംസ്ഥാനങ്ങളോടാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, താരതമ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഈ തമിഴ്നാട് പോലെ കർണാടക പോലെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇത് വൈദ്യുതി ചാർജ് വളരെ കൂടുതലാണ്. ഇത് തൊട്ടപ്പുറത്ത്, അതായത് നമ്മുടെ ചാനലുകളൊക്കെ മിക്കപ്പോഴും ഈ വാർത്ത ചെയ്യുന്നതാണ്. കളിയിക്കാവള ചെന്ന് നിന്നിട്ട് അതിർത്തിക്ക് ഇപ്പുറത്ത് എത്ര, പിന്നെ പെട്രോളിന് എത്ര, ഡീസലിന് എത്ര, വൈദ്യുതിക്ക് എത്ര, അപ്പുറത്ത് അതുപോലെ പെട്രോളിന് എത്ര, ഡീസലിന് എത്ര, ഒരു റോഡിൻ്റെ രണ്ട് വശത്താണ്. നമ്മുടെ അതിർത്തി ആയതുകൊണ്ട്, തമിഴ്നാട് കേരള അതിർത്തി ആയതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ അന്തരം വളരെ വലുതാണ്. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ രീതിയിൽ പോയാൽ KSEB, ഞാൻ പറയുന്നത് ഇങ്ങനെ പുറമേ നിന്ന് സ്വകാര്യ ഇതിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇലക്ട്രിസിറ്റി ബോർഡിനെ KSEBയെ മൊത്തത്തിൽ അങ്ങ് സ്വകാര്യവൽക്കരിക്കുന്നതല്ലേ. ആരെങ്കിലും നടത്തട്ടെ, അങ്ങനെ കൂടുതൽ വരുമാനം അവരുണ്ടാക്കുന്നെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുത്തു, ടാറ്റ അത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അത് നമുക്കറിയാം അതിൻ്റെ പുരോഗതി എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡും ഇതാണ് അവസ്ഥയെങ്കിൽ ഇതൊരു സർക്കാരിന് കൂടുതൽ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കൂടുതൽ ചാർജ് ഇല്ല, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഇതിപ്പോ ഈ കുറഞ്ഞ പക്ഷം നല്ല സേവനം ലഭിക്കുക, വൈദ്യുതി മുടങ്ങാതെ ലഭിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ജനത്തിനൊരു ആശ്വാസമാണ്. ഇത് ഇപ്പോൾ ആ കാര്യത്തിലെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ആഭ്യന്തര ഉൽപ്പാദനം ഇത്രയും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് കണ്ട് മുന്നോട്ട് പോകും? അല്ല, നമുക്കിതിൽ സർക്കാരിനോടൊക്കെ പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഇതാണ്: പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കണം, സൗരോർജ്ജത്തെ ആശ്രയിക്കണം, കാറ്റാടിപ്പാടങ്ങളെ ആശ്രയിക്കണം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ ലോണും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡികളുണ്ട്. ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇതിനെയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ വൈദ്യുതി പ്രതിസന്ധിക്ക്, വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കുക.